മഴക്കാലമൊക്കെ വരാൻ പോവുകയല്ലേ. പല സാധനങ്ങളും നമ്മൾ കൊണ്ടാട്ടമായിട്ട് ഉണക്കി വയ്ക്കുമല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് തൈരുമുളക്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തൈരുമുളകാണ്. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പച്ചമുളക് ഞാനിവിടെ 3 കിലോ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിന് 2 പാക്കറ്റ് തൈരാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് നല്ലോണം കഴുകി വെച്ച ശേഷം വെള്ളമൊക്കെ വാർന്ന ശേഷമാണ് അതിൽ ഒരു പപ്പടക്കോല് കൊണ്ടോ കത്തി കൊണ്ടോ ദ്വാരങ്ങളുണ്ടാക്കി, അതായത് തൈര് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പപ്പടക്കോല് കൊണ്ട് കുത്തി തൈരിലേക്ക് നമ്മൾ ഇടുകയാണ്. അതിന് ശേഷം കുറച്ച് നല്ലോണം ഉപ്പ്, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, കുറച്ചധികം ഉപ്പെടുത്തിട്ട് അതിന് നല്ലവണ്ണം ഒന്ന് കുലുക്കണം. കുലുക്കിയതിന് ശേഷം നമ്മളത് വെയിലത്ത് വെക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇതൊക്കെ ആക്കി നല്ലവണ്ണം കുലുക്കിയതിന് ശേഷം നമ്മളത് വെയിലത്ത് വെക്കുന്നുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ നല്ലോണം പിടിച്ച് നമ്മൾ അത് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അതായത് മുളകൊന്ന് ചീഞ്ഞ് വരണം. അതുകൊണ്ട് മുളകിന് കളർ മാറ്റമൊക്കെ വന്നതിന് ശേഷം അത് 2 ദിവസമേ വെക്കാൻ പാടുള്ളൂ. കൂടുതൽ വെച്ചാൽ ചിലപ്പോൾ അത് കേട് വന്നു പോവും. അതുകൊണ്ട് 2 ദിവസം വെച്ചാൽ, ചിലർക്കൊക്കെ 1 ദിവസം വെക്കുന്നവരുണ്ട്. ഞാനിവിടെ 2 ദിവസമാണ് വെച്ചത്. 1 ദിവസം വെച്ചാൽ തന്നെ ഏകദേശം ഒരു പരിവായി കുറച്ചൊക്കെ അതിൽ പിടിച്ച് കിട്ടും. തൈര് അതിന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അങ്ങനെ കുലുക്കിയതിന് ശേഷം നമ്മളത് നല്ലൊരു പ്ലാസ്റ്റിക് കവറിലേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് തൈര് വല്ല കടലാസിലൊന്നായാലത് കടലാസ് പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ, അത് ഉണക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനത്തിലിട്ട് വെക്കണം. ഇവിടെ നല്ലവണ്ണം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെയിലത്തേക്ക് വെക്കാൻ പോവുകയാണ്. വെയിലത്ത് ഒരു ദിവസം നമ്മൾ വെയിലത്തേക്ക് ഇട്ടാലും തൈര് ബാക്കി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസത്തേക്ക് അന്ന് വൈകുന്നേരം തന്നെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ തൈരിൻ്റെ അകത്തേക്ക് തന്നെ ഈ മുളക് ഇട്ട് വെക്കണം. അങ്ങനെ ഈ തൈര് തീരുന്നത് വരെ നമ്മൾ വെയിലത്ത് ഇട്ട് വെക്കണം. വെളുത്തു നിന്ന് എടുത്ത് വീണ്ടും തൈരിലേക്ക് ഇടുക, തൈരിൽ നിന്ന് വീണ്ടും വെയിലത്തേക്ക് ഇടുക. ഇങ്ങനെ തൈര് വറ്റുന്നത് വരെ നമുക്ക് ഈ പ്രക്രിയ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ ആ തൈര് മുളകിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണ് ഇത്. ഇപ്പം നല്ല ഉണങ്ങിയിട്ടില്ല, ഒരു 2-3 ദിവസമൊക്കെ 2-3 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല. കുറച്ചൊരു ചുരുങ്ങിയതൊരു 7 ദിവസമെങ്കിലും ഇതേപോലെ നമ്മളിങ്ങനെ വെയിലത്തിടണം. ഇനി അധികം ഇതിവിടെ ഞാൻ 3 കിലോ പച്ചമുളകിന് 2 പാക്കറ്റ് തൈര് എടുത്തതുകൊണ്ട് കുറച്ച് അധികമായി പോയിട്ടുണ്ട് തൈര്. അതിനാൽ ഞാൻ വേറെ കുറച്ചും കൂടെ പച്ചമുളക് മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉണങ്ങിയ പരുവം. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കും. എന്നാൽ മാത്രമേ നമ്മളത് എടുത്ത് വയ്ക്കാവൂ. ചിലപ്പോൾ ഇങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ നമ്മളത് എടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും ഇതിന്. അങ്ങനെ പൊട്ടിച്ചെടുത്ത് നല്ലോണം ഉണങ്ങിയ മുളകായ 3-4 നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് വയ്ക്കാം.